കൊച്ചി കോർപ്പറേഷനിൽ 10 സീറ്റുകളിൽ തങ്ങളെ ഒതുക്കാൻ ബി.ജെ.പി. ശ്രമിക്കുന്നുവെന്ന് ബി.ഡി.ജെ.എസ്. നൽകിയതിൽ പലതും അപ്രസക്തമായ സീറ്റുകളെന്നും പരാതി. കഴിഞ്ഞ ദിവസത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ നിന്ന് ബി.ഡി.ജെ.എസ് വിട്ടുനിന്നിരുന്നു. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, ബി.ഡി.ജെ.എസിന്റെ ഇതിപ്പോൾ ആദ്യമായിട്ടല്ലേ ഈ പരാതി പറയുന്നത്? ബി.ജെ.പി. ഇത് കേൾക്കുന്നുണ്ടോ? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയാണ് ബി.ഡി.ജെ.എസ്. കഴിഞ്ഞ ദിവസം എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപന പരിപാടിയിൽ ആ സദസ്സിൽ ബി.ഡി.ജെ.എസ് വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ വ്യക്തമാക്കുന്നത് തങ്ങളെ 10 സീറ്റിൽ കോർപ്പറേഷനിൽ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് ബി.ജെ.പി. നടത്തുന്നത് എന്നതാണ്. കഴിഞ്ഞ തവണ 18 സീറ്റിലാണ് മത്സരിച്ചത് ബി.ഡി.ജെ.എസ്. അത് ഏകപക്ഷീയമായി ബി.ജെ.പി. മറ്റ് സീറ്റുകൾ കൈയടക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ തവണ കൂടുതൽ വോട്ടുകൾ നേടിയ ചില സീറ്റുകളടക്കം ബി.ജെ.പി. എടുക്കുന്നു. അപ്രസക്തമായ സീറ്റുകളാണ് തങ്ങൾക്ക് നൽകുന്നത് തുടങ്ങിയ പരാതികളാണുള്ളത്. എന്തായാലും ബി.ഡി.ജെ.എസ്. സിറ്റി ജില്ലാ ഘടകം ഈ പരാതി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും അടക്കം ബി.ജെ.പി. തങ്ങൾക്ക് സീറ്റ് തരാതെ ഏകപക്ഷീയമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് പരാതിയായി വന്നിരിക്കുന്നത്. ഇത് ബി.ഡി.ജെ.എസ്. ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തുകയാണെങ്കിൽ അത് സംസ്ഥാനത്ത് ഉടനീളം മറ്റിടങ്ങളിലടക്കം പരാതികളുണ്ട്. അത്തരം വിഷയങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകും. എന്തായാലും സംസ്ഥാന നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മുന്നണിക്കകത്ത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് ഇത് ഇടയാക്കിയിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കൂടുതൽ പൊട്ടിത്തെറിയിലേക്കും നീങ്ങിയേക്കാം. ശരി.